കണ്ടില്ലേ, നല്ല മഴ വരുന്നുണ്ട് പുറത്ത്. സോ ഒരു ഐറിഷ് ഡിന്നർ ഉണ്ടാക്കിയല്ലോ. അത് ബീഫ് നല്ലവണ്ണം കഴുകി വെച്ചിട്ട് ഈ കാണുന്ന ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലവണ്ണം ഒന്ന് തുണയ്ക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത്, ടേസ്റ്റ് കൂടാൻ വേണ്ടി. സ്മാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മഷ്റൂമും ബ്രൊക്കോളിയും അരിഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു. റെഡ് വിനെഗർ ആൻഡ് പിന്നെ നമ്മുടെ ഓയില്, പിന്നെ സോൾട്ട്, പെപ്പർ. ഇത് ഇത്രയും സാധനങ്ങൾ മതി ഈ സാധനത്തിന്. ഈ റെഡ് വൈൻ വിനെഗർ അത് നല്ല ഫ്ലേവറാണ്, അതുണ്ടെങ്കിൽ നല്ലോണം ചേർത്താലൊരു പ്രത്യേക ഫ്ലേവറാണ്. സോ ഞാൻ ഇത് മൂന്നും ഇട്ട് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ടൈം കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അരിയാം, അല്ലെങ്കിൽ സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡിയാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം അതിന് ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഇപ്പം അടുത്ത പാനിൽ സോട്ടഡ് വെജീസ് ഉണ്ടാക്കാൻ വേണ്ടി ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തത്. ബീഫിന് വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സോട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബ്രോക്കോളിയാണ് ആദ്യം ഇടുന്നത്, കാരണം അതിന് കുറച്ചുകൂടെ ഒരു ക്രിസ്പിനെസ് വേണമല്ലോ. നമ്മുടെ മഷ്റൂം പെട്ടെന്ന് റെഡിയാവും. സോ അപ്പം രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ശരിയാണ്. അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇട്ടത്. ആ ടൈം കൊണ്ട് തന്നെ ഞാൻ ബീഫ് എടുത്തിട്ട് ഞാൻ ഈ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ അല്ല, എന്താ പറയുക, സ്റ്റീക്കിൻ്റെ ആ ഒരു പരുവം. അപ്പോൾ എനിക്ക് നല്ല കുക്ക്ഡായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം വയ്ക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഫ്ലേവർ അനുസരിച്ച് വയ്ക്കാം. ഞാൻ സ്റ്റീക്ക് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എൻ്റെ ബീഫ് നല്ല ഡൈസ്ഡ് ബീഫ് എന്ന് ചിന്തിക്കേണ്ടതുണ്ടാവില്ലേ. അപ്പോൾ അത് വേറൊന്നും കണ്ടല്ല. ഞാൻ കടയിൽ പോയപ്പോൾ ഉണ്ട്, എനിക്ക് ഞാൻ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ബീഫ് സ്റ്റീക്കിനും പിന്നെ ഈ ഡൈസ്ഡ് ബീഫിനും തമ്മിലും നല്ലൊരു പ്രൈസ് റേഞ്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പണ്ടേ നമ്മളങ്ങനെയാണല്ലോ, നമ്മളെല്ലാം വില വിവരങ്ങൾ കമ്പയർ ചെയ്തിട്ടില്ലേ മേടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കിയാലും ഞാൻ എന്തായാലും കട്ട് ചെയ്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ കട്ട് ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കുക്കാവുമല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ വിലയും നോക്കിയപ്പോൾ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ഡൈസ്ഡ് ബീഫ് തന്നെ മേടിച്ചു. അങ്ങനെ ഇപ്പം ആ ഡൈസ്ഡ് ബീഫായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വേവും. സോ അതുകൊണ്ട് ഞാൻ തീ നല്ലോണം കുറച്ചാന്ന് വെച്ചാൽ. അതിന് ശേഷം ഞാനൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക്കും പിന്നെ കുറച്ച് റെഡ് വൈൻ വിനെഗർ ആൻഡ് സോയ സോസ് ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് സ്റ്റീക്കും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോസ് നല്ലോണം ബീഫിൽ പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരും. ആ ടൈം കൊണ്ട് നമ്മുടെ സോട്ടഡ് വെജീസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്മാഷ്ഡ് പൊട്ടറ്റോയും റെഡിയാക്കി. കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് ആ പൊട്ടറ്റോ നല്ലോണം സ്മാഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല കിടിലൻ ഡിന്നറായിരുന്നു, നല്ല ഫീലിങ്ങുമായിരുന്നു. സോ ഇത് മൊത്തം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഡിമ്മായി. അപ്പം ഞാൻ മുന്നേ ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഉണ്ടാക്കിയതിനേക്കാൾ എനിക്ക് ഇന്ന് ഉണ്ടാക്കിയത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കുന്ന ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നെയാണ്, ഒരു ഹൈദരാബാദിൽ നിൽക്കുമ്പോൾ. അവിടെ വെച്ചിട്ട് എനിക്കങ്ങോട്ട് ആദ്യ പരീക്ഷണത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ എല്ലാം നല്ലതായിരുന്നു. എന്താ പറയുക, ശരിക്കും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സോസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കഴിക്കുന്നതൊക്കെ പോലെ എനിക്ക് തോന്നി. സോ അപ്പം ഞാനതൊക്കെ കഴിച്ചു, ഫുഡൊക്കെ അതേ ശേഷം ഈ ഫോണൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സമാധാനമൊക്കെ തോന്നി. ആ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ.